വിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായി വന്നെത്തിയ ഈ ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാവിരുന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. The first event is a magnificent short skit conceived and directed by the Indian Social Center talent Mr. Qasim Chawakar. This musical drama symbolizes the spirit of Eid, love, sacrifice and charity as the core human values. The participants are Lohita Janardharan, Shaji Khan, Adil Satar, Shahnaz Jabir, Saida Muhammad. Background music and recording, Aziz Madilagam. Technical assistants, Jabir and Satar. Please enjoy. പണി കഴിഞ്ഞ? ഇല്ലമ്മ. അനസുമോൻ വന്നോ? ഇല്ലമ്മ, ഒക്കെ വന്നിട്ടില്ല. ചെക്കൻ പോയിട്ട് കൊറേ നേരായല്ലോ റബ്ബേ, ഇവൻ എവിടെ പോയി കിടക്കണ്? മോളെ, ഈ മുസായിഫ് എടുത്തു ഓത്. ഇശാമേരിബിന്റെ ഇടയില് മലായിക്കത്തിങ്ങൾ ഇറങ്ങണ സമയമാണ്. Alhamdulillahi Rabbil Alamin Ar-Rahmanir Rahim Maliki Yawmiddin. എന്തായി മോനെ, ഒന്നും കിട്ടിയില്ലേ? ഇല്ലമ്മ, കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ ഇനി സാധനങ്ങൾ കിട്ടില്ലമ്മ. അയാൾ എന്നോട് കുറെ ചൂടാവുകയും ചെയ്തു. എന്റെ റബ്ബേ, ഞങ്ങളുടെ ഈ അവസ്ഥ നീ കാണുന്നില്ലേ? എന്റെ മക്കളെ വിശപ്പകറ്റാൻ ഞാൻ എന്താ ചെയ്യ? നാളെ പെരുന്നാളാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞങ്ങൾക്കൊരു വഴിയില്ലല്ലോ. ഞങ്ങളെ സഹായിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല നാഥ. കരയണ്ട ഉമ്മ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഞാനിനി സ്കൂളിൽ പോണില്ല. നമ്മുടെ ജബ്ബാർ ഖാന്റെ ഹോട്ടലില് പാത്രം കഴുകാൻ ഒരാളെ വേണോന്ന് പറയണ കേട്ടു. പെരുന്നാള് കഴിഞ്ഞാ ഞാൻ ആ ജോലിക്ക് പോട്ടമ്മ. അല്ലാതെ നമ്മൾ എത്ര ദിവസാച്ചിട്ടാ പട്ടിണി കിടക്കുക? എന്തിനാ ഉമ്മ പടച്ചോൻ നമ്മളോട് ഇത്ര ക്രൂരത കാണിക്കുന്നേ? എന്റെ ഉപ്പാനെയും ഇക്കാനെയും പടച്ചോൻ കൊണ്ടുപോയില്ലേ? അവരുണ്ടായിരുന്നെങ്കി നമുക്ക് ഈ ഗതി വരുമായിരുന്നോ ഉമ്മ? ഒരിക്കലും അങ്ങനെ പറയരുത് മോനെ. പടച്ചവൻ തന്റെ അടിമകളെ ഏത് സമയത്തും അവനിലേക്ക് തിരിച്ചു വിളിക്കും. അവൻ ഇഷ്ടപ്പെടുന്നവരെ കൂടുതൽ പരീക്ഷിക്കും. തന്റെ അടിമയുടെ വിശ്വാസത്തിന്റെ ആഴം പടച്ചവൻ പരീക്ഷിക്കുകയാണ്. മോൻക്കറിയോ നാളത്തെ പെരുന്നാളിനെ കുറിച്ച്? അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം നേരിട്ട് അതിൽ വിജയിച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഓർമ്മ പുതുക്കലാണ് ഈ ബലിപെരുന്നാൾ.
ഉമ്മ വിശക്കുന്നു ഉമ്മ. നിന്റെ മോൾക്ക് വിശക്കണുണ്ടാ? ഉമ്മ മോൾക്ക് നല്ലൊരു കഥ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിനോടുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ബലമായിട്ടാണ് വയസ്സുകാലത്ത് ഇബ്രാഹിം നബിക്ക് ഒരു മകനെ പടച്ചവൻ നൽകുന്നത്. ലാളിച്ചു വളർത്തിയ ആ മകനെ അള്ളാഹുവിലേക്ക് ബലിയർപ്പിക്കാൻ നിർദ്ദേശം വന്നപ്പോൾ പതറാത്ത മനസ്സുമായി ആ പ്രവാചകൻ അതിന് തയ്യാറെടുത്തു. 10 വയസ്സുപോലും തികയാത്ത മകൻ ഇസ്മായിലിനോട് ആ വാപ്പ അള്ളാഹുവിന്റെ നിർദ്ദേശം വിവരിച്ചപ്പോൾ ചെറുപ്പം മുതലേ തന്റെ ജീവിതം അള്ളാഹുവിൽ അർപ്പിച്ചിരുന്ന ആ ബാലൻ സന്തോഷത്തോടെ പറഞ്ഞു, സുഖമെന്റെ മനസ്സിനിപ്പോ നീരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കൂ ബാപ്പാ, നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്ക് ബാപ്പാ. മക്കയിലെ വിജനമായ മലഞ്ചെരിയിൽ വെച്ച് മകനെ അള്ളാഹുവിലേക്ക് ബലിയർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും അവർക്ക് വേണ്ടി പടച്ചവൻ തുറന്നിട്ടു. സ്വർഗത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു. അതെല്ലാം കണ്ട് ആ വാപ്പയും മകനും അത്യന്തം സന്തോഷിച്ചു. മോഹം നിലക്കുള്ളിൽ തുടിക്കുന്നില്ലേ, മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിലക്കുള്ളിൽ തുടിക്കുന്നില്ലേ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്ക് ബാപ്പാ, തൗഫീഖുടയോനോടടുക്ക് ബാപ്പാ, തക്ബീർ മുഴക്കിക്കൊണ്ടറുക്ക് ബാപ്പാ, തൗഫീഖുടയോനോടടുക്ക് ബാപ്പാ. ലോകം മുഴുവനും ആ സമയം നിശ്ചലമായി. ഭൂമിയും ആകാശവും കരഞ്ഞു. പെട്ടെന്ന് ശക്തമായ ഇടിയും മിന്നലും കാറ്റും രൂപപ്പെട്ടു. ഒപ്പം ആകാശത്തു നിന്ന് തക്ബീർ ധ്വനികൾ മുഴങ്ങി.
ശബ്ദം മുഴങ്ങി കേൾക്കൂ. വിധിയിലിറക്കാത്തോരിവരാഹിമേ മതിനി വിജയിച്ച റസൂലേ. വിധിയിലിറക്കാത്തോരിവരാഹിമേ മതിനി വിജയിച്ച റസൂലേ. പൂർണ്ണ മനസ്സോടെ അള്ളാഹുവിന്റെ നിർദ്ദേശം നിറവേറ്റാൻ ഒരുങ്ങിയ ഇബ്രാഹിം നബിയോട് മകനെ അറുക്കരുതെന്നും പകരം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഒരാടിനെ എത്തിച്ചു കൊടുത്ത് അതിന് ബലിയെടുക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. മക്കളെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കുന്നവരെ അവൻ സംരക്ഷിക്കും. നമ്മുടെ ഈ അവസ്ഥയ്ക്കും ഇന്നല്ലെങ്കിൽ നാളെ പടച്ചവൻ ഒരു വഴി കാണിച്ചു തരും. മക്കളെ, വിഷമിക്കണ്ടട്ടോ. എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലമ്മ, കഥ കേട്ടപ്പോ വിശപ്പൊക്കെ പോയി. ആയിഷ, ആയിഷ, ഇവിടെ ആരുമില്ലേ? ആരാ? ഞാനാ, പള്ളി പ്രസിഡന്റ് മൂസക്കാണ്. എന്താ മൂസാക്ക ഈ രാവിലെ തന്നെ? ആ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മഹല്ലിൽപ്പെട്ട സഹോദരങ്ങളുടെ ഒരു സംഘടന ഉണ്ടല്ലോ ഗൾഫില്. അവർക്ക് അന്റെയും കുട്ടികളെയും കാര്യം വെച്ച് ഞാനൊരു കത്തയച്ചിരുന്നു. അവരെനക്ക് കുറച്ച് കാശ് കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മുടെ പീരാൻകാടമ്മ മുനീർ ഗൾഫിൽ നിന്ന് ഇന്നലെ വന്നിട്ടുണ്ട്. സുബൈക്ക് പള്ളി വെച്ച് ഓനെ കണ്ടപ്പോ എന്നെ ഏൽപ്പിച്ചതാണ്. 50,000 ഉറുപ്പികണ്ട്. എനിക്കേ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലെത്തണം. ഞാൻ പോവുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ റബ്ബേ, നീ എത്ര വലിയവൻ. ഞങ്ങളെ സഹായിച്ച സഹോദരങ്ങളെ നീ സഹായിക്കണേ. ഇതിന് പകരമായി അവർക്ക് നീ സ്വർഗം നൽകണേ നാഥാ. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ നാഥാ. അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ. നീ അവരെ സഹായിക്കണേ. നീ അവരെ സഹായിക്കണേ. നീ അവരെ സഹായിക്കണേ. നീ അവരെ സഹായിക്കണേ.